ഊട്ടിയിലെ ഫസ്റ്റ് കൊളോണിയൽ ബംഗ്ലോ ജോൺ സള്ളിവൻ പണിത സ്റ്റോൺ ഹൗസ് അതിപ്പോൾ ഒരു ഗവൺമെൻറ് മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് സള്ളിവൻ്റെ സ്റ്റോൺ ഹൗസ്. സ്റ്റോൺ ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടോഡ കുടിലായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. അതായത് ടോഡ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫാമിലിയുടെ കുടിൽ. സള്ളിവൻ അവരിൽ നിന്ന് ഈ സ്ഥലം ഏക്കറിന് ₹1 എന്ന കണക്കിന് 100 ഏക്കർ വാങ്ങിയെന്നാണ് രേഖകളിലുള്ളത്. സ്റ്റോൺ ഹൗസ് വരുന്നതിന് മുമ്പ് ഇവിടെ ഒറ്റയ്ക്കൊരു ടോഡ കുടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒറ്റപ്പെട്ട കുടിലിനെ ഇവിടെ ഉണ്ടായിരുന്ന ബഡ്ഗ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഹോട്ടഗെമുണ്ട് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഒറ്റയ്ക്കുള്ള ടോഡ വീട് അല്ലെങ്കിൽ ഒറ്റ ടോഡ വീട് എന്നാണ് അർത്ഥം വരുന്നത്. ബ്രിട്ടീഷുകാർ ഈ പേര് ആദ്യം വോട്ടക്കെമുണ്ടെന്നും പിന്നീട് ഉദകമുണ്ടെന്നും അവരുടെ റെക്കോർഡ്സിൽ എഴുതി. സ്പെല്ലിംഗ് താഴെ കാണിച്ചതാണ്. അത് വായിക്കുന്നത് എങ്ങനെയാണോയെന്നറിയില്ല. ചിലപ്പോൾ ബ്രിട്ടീഷുകാർ വായിച്ചിരുന്നത് വേറെ രീതിയിലായിരുന്നിരിക്കാം. ഞാൻ വായിച്ച പോലെയാകാൻ ചാൻസ് ഇല്ല. ഈ പറഞ്ഞ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ ഊട്ടിക്ക് ഉദകമുണ്ടെന്ന പേര് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അധികം റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ദ നെയിം വാസ് എ ബഡ്ഗ കോൺട്രിബ്യൂഷൻ ദാറ്റ് വാസ് മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് മിസ്സ്പെൽഡ് ബൈ ദ ബ്രിട്ടീഷ് ആസ് ഉദകമുണ്ട്. ബഡ്ഗാസ് ഹോടഗെമുണ്ടെന്ന് പറഞ്ഞത് വോട്ടാക്കെമുണ്ടെന്നും ഉദകമുണ്ട് എന്നൊക്കെയായിരിക്കാം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത്. അങ്ങനെയായിരിക്കാം ഊട്ടിക്ക് ഉദകമുണ്ടെന്ന് പേര് ലഭിച്ചത്. ഹോട്ടാഗെമുണ്ടെന്ന് പറഞ്ഞത് ഈ ഏരിയയുടെ മൊത്തം പേരാണെന്ന് ബ്രിട്ടീഷുകാർ തെറ്റിദ്ധരിച്ചിരിക്കാം. ഞാനീ പറഞ്ഞതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റൊന്നുമല്ല, ഒരു തിയറി മാത്രമാണ്. ഇതുപോലെ ഉദകമുണ്ടെന്ന പേര് എങ്ങനെ ഉണ്ടായെന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും അനുമാനങ്ങളും നിലവിലുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഊട്ടിക്ക് ഉദകമുണ്ടെന്ന പേര് വരാൻ കാരണമായ ലൊക്കേഷൻ എന്ന പേരിൽ ഈ ഒരു ഏരിയയെ മനസ്സിൽ സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം. ഞാനിവിടെ വന്നത് സ്റ്റോൺ ഹൗസിനെ കുറിച്ച് അറിയാനാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിലെ എക്സിബിറ്റ്സിനെ കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എക്സിബിറ്റ്സ് നിങ്ങൾ കണ്ടോളൂ. ഐ വിൽ സ്റ്റിക്ക് ടു ദ ടോപ്പിക് ഓഫ് സ്റ്റോൺ ഹൗസ്. 1822 ഏപ്രിലാണ് സള്ളിവൻ സ്റ്റോൺ ഹൗസിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് എൻ്റെ റിസർച്ച് എന്നെ പഠിപ്പിച്ചത്. 1823 ഈ സ്റ്റോൺ ഹൗസിന് ഒരു സ്ത്രീക്കും കുഞ്ഞിനും താമസിക്കാനുള്ള വലുപ്പമുണ്ടെന്നാണ് രൂപതയുടെ മാമോദീസ രേഖകളിലുള്ളത്. ഊട്ടിയിലെ ആദ്യത്തെ മാമോദീസ സള്ളിവൻ്റെ മകൻ്റെ ആയിരുന്നുവെന്നും റെക്കോർഡുകളിലുണ്ട്. സള്ളിവൻ്റെ സ്റ്റോൺ ഹൗസ് ഗ്രാജുവലി ഇത്രയും വലിയ ബംഗ്ലാവ് ആക്കിയതാണെന്ന് വിശ്വസിക്കേണ്ടി വരും. ആദ്യം ചെറുതായിരുന്നു, പിന്നീട് റൂമുകൾ ആഡ് ചെയ്ത് ഈ വലിപ്പത്തിലാക്കി. അതെപ്പോൾ, ആര് ചെയ്തു, ഏത് കാലഘട്ടത്തിൽ ചെയ്തു എന്നൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. 1827 സള്ളിവൻ തൻ്റെ സ്റ്റോൺ ഹൗസ് ഗവൺമെൻറ്റിന് വാടകയ്ക്ക് നൽകി. മാസം 140 പഗോഡ, അതായത് ഏകദേശം ₹490 വാടക. 1829 വാടക കരാർ വീണ്ടും പുതുക്കി പ്രതിമാസം ₹400 നിരക്കിൽ വീണ്ടും ഗവൺമെൻറ്റിന് വാടകയ്ക്ക് നൽകി. 1834 വരെ ഇത് രോഗികളായ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സായി ഉപയോഗിച്ചു പോന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സള്ളിവൻ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ മാത്രമായിരുന്നില്ല, ഒരു ഷ്രൂഡ് ബിസിനസ്മാൻ കൂടെയായിരുന്നു. തൻ്റെ പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് തന്നെ റെൻറ്റിന് കൊടുക്കുന്നു, എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്നു. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് ഗവൺമെൻറ്റിന് സ്വന്തം പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തതെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നുമില്ലാത്തതിനാൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന വാദം പൊളിയുന്നു. സള്ളിവൻ, യു ക്യാൻ സ്ലീപ്പ് പീസ്ഫുള്ളി ഇൻ യുവർ ഗ്രേവ്. ഐ ആം ലെറ്റിംഗ് യു ഓഫ് ദ ഹുക്ക്. സള്ളിവൻ, നിങ്ങൾക്ക് കല്ലറയിൽ സമാധാനമായി ഉറങ്ങാം. ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കുറ്റവിമുക്തനാക്കുന്നു. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക് ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. ഊട്ടിയുടെ കൊളോണിയൽ ചരിത്രം എടുക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വ്യക്തികളിൽ ഒരാളാണ് ജോൺ സള്ളിവൻ. വാട്ട് മേക്സ് ഹിം എക്സ്ട്രാordinary ടു മീ ഈസ് ദാറ്റ് ഇൻ മെനി വേയ്സ് ഹി സീം ടു ബി എഹെഡ് ഓഫ് ഹിസ് ടൈം ആൻഡ് ഹി വാസ് എ റിയൽ വിഷണറി. ഇനി സ്റ്റോൺ ഹൗസിൻ്റെ ചരിത്രത്തിലേക്ക് മടങ്ങാം. 1846 സ്റ്റോൺ ഹൗസ് മേജർ മക്മർഡോയ്ക്ക് വിറ്റു. 1847 സ്റ്റോൺ ഹൗസ് റവറൻറ്റ് റിഗിന് വിറ്റു. റവറൻറ്റ് റിഗ് സ്റ്റോൺ ഹൗസ് യൂറോപ്യൻ സ്കൂളായി കൺവേർട്ട് ചെയ്തു. പിന്നീട് 1856-57 കാലഘട്ടത്തിൽ 16,350 സ്റ്റോൺ ഹൗസ് WH സ്മോൾട്ടിന് വിറ്റു. 1858 മദ്രാസ് ബിഷപ്പ് സ്റ്റോൺ ഹൗസ് ഗ്രാമർ സ്കൂളായി ഉദ്ഘാടനം ചെയ്തു. പിന്നീട് WH സ്മോൾട്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് 22,500 ലോറൻസ് അസൈലം ട്രസ്റ്റീസിന് സ്റ്റോൺ ഹൗസ് വിറ്റു. 1869 പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കെട്ടിടം ഏറ്റെടുത്തു. ഇപ്പോൾ കാണുന്ന സ്റ്റോൺ ഹൗസ് മുഴുവനും ജോൺ സള്ളിവൻ നിർമ്മിച്ചതായിരിക്കില്ല. പിന്നീട് സ്റ്റോൺ ഹൗസ് വാങ്ങിയവർ റൂമുകൾ ആഡ് ചെയ്ത് ഇപ്പോൾ കാണുന്ന രൂപത്തിലാക്കിയതായിരിക്കാം. ജോൺ സള്ളിവൻ വാങ്ങിയ 100 ഏക്കറിൽ എവിടെയോ
ഊട്ടിയിലെ ആദ്യത്തെ യൂറോപ്യൻ ശ്മശാനമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 18-ാം വയസ്സിൽ മരിച്ച കോർണറ്റ് എച്ച് ഹാരിങ്ടൻ്റെ ടോംബാണ് ശ്മശാനത്തിലെ ഏറ്റവും പഴയ ടോംബ്. ആ ശ്മശാനം ഈ 100 ഏക്കറിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും. എന്തായാലും എനിക്ക് കണ്ടെത്താനായില്ല. ഈ ഒരു മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഊട്ടിയുടെ കൊളോണിയൽ ഹിസ്റ്ററിയെ പറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. പിന്നെ കുറേ ആർക്കിയോളജിക്കൽ എക്സിബിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാനും പഠിക്കാനുമായിട്ട് കുറേയുണ്ട്.